ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തഞ്ചാവൂർ ചെറിയൊരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ ഈ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പാത്രങ്ങൾ മറ്റു ഉപകരണങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നല്ല മനോഹരമായ ചില കാഴ്ചകളാണ് കേട്ടോ അത്. മാർത്ത പാലസിനോട് ചേർന്നിട്ടുള്ള ലൈബ്രറിയുടെ ഇടതുവശത്തുകൂടെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കൊച്ചു ഗാലറിയാണ് കേട്ടോ ഇത്. വളരെ മനോഹരമായ ഒത്തിരി കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു 5 രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കാണാം. അതുപോലെ കുറച്ചൊക്കെ വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പഴയ കാലത്ത് ധാന്യങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ. അതിൻ്റെ മുകളിലൂടെ ധാന്യങ്ങൾ ഇട്ടിട്ട് ഈ സൈഡിലുള്ള ഇതിൽ പിടിച്ച് കറക്കണം. ഈ ഹാൻഡിൽ പിടിച്ച് കറക്കുമ്പോൾ പൊടിഞ്ഞ് ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചാടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത്. ഇത് പ്രധാനമായിട്ടും മേശമേലോ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള ഏതെങ്കിലും പ്രതലത്തിൽ അത് ഹാൻഡിൽ ശരിക്കും ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുന്നതും സൈഡിലിട്ട് പൊടിച്ചെടുക്കുന്നതും. ഇത് മറ്റൊരു രീതിയിൽ പൊടിച്ചെടുക്കാവുന്ന ഉപകരണങ്ങളാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് കേട്ടോ. അതായത് ഇതും ധാന്യങ്ങളൊക്കെ പൊടിക്കാനും മറ്റ് സാധനങ്ങളൊക്കെ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ ആ ഹോളിലേക്ക് ധാന്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഈ മേളിൽ നിന്ന് പ്രസ് ചെയ്താണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇത് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മിക്കല്ല്, അരകല്ല് പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് വേറിട്ട് നിൽക്കുന്ന പഴയ കാലത്തിലുള്ള ഒരു അരിയൊക്കെ പൊടിച്ചെടുക്കുന്ന, അരികളെന്നല്ല ധാന്യങ്ങൾ ഏതായിരുന്നാലും പൊടിച്ചെടുക്കുന്ന രീതി. ഈ കാണുന്ന 2 തുളയിലൂടെ ധാന്യങ്ങൾ ഇട്ട് കൊടുക്കും. അതുപോലെ ഈ കാണുന്ന ഭാഗത്ത്, ഇപ്പോൾ എൻ്റെ കൈ വരുന്ന ഭാഗത്തൊരു ചെറിയ കോലിൻ്റെ കഷ്ണം കയറ്റി വെച്ചിട്ട് ഇതിനെ വലത്തോട്ട് കറക്കി അല്ലെങ്കിൽ ഇടത്തോട്ട് കറക്കിയാണ് പൊടിച്ചെടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ്. ഇനി പ്രധാനമായിട്ടും ഇവിടെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ചെറിയ പീരങ്കിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഗാലറിയുടെ മറ്റൊരു വശത്തേക്ക് പോകാം. ഒരു സൈഡാണ് നമ്മൾ കണ്ടു തീർത്തത്. ഇനിയിപ്പോൾ ഈ കാണുന്നതെല്ലാം അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ധാന്യങ്ങൾ, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ചില അറകൾ, അതുപോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച ഫോട്ടോസ്, അതുപോലെ പ്രധാനമായിട്ട് ചില മെഷീൻസൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് അന്നത്തെ കാലത്ത് രാജാക്കന്മാരെ വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം അന്നത്തെ കാലത്ത് കൊട്ടാരത്തിലും അതുപോലെ പടയാളികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതുപോലെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ എടുത്തു പറയുന്ന ഒരെണ്ണം ആനയുടെ ചങ്ങലയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.